ഇന്ന് ഓണാട്ടുകാരക്കാരുടെ വികാരമായിട്ടുള്ളൊരു ഡിഷാണ് ഉണ്ടാക്കാൻ വന്നത്. എന്താണെന്ന് ഈ മാങ്ങ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താണെന്ന് മനസ്സിലായെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഇന്ന് കൊഞ്ചും മാങ്ങയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നല്ല കഴുകി വൃത്തിയാക്കി ഉണക്കക്കൊഞ്ചാണ് ഉപയോഗിക്കുന്നത്. ഉണക്കക്കൊഞ്ചും മാങ്ങയും കൊച്ചുള്ളിയും പിന്നെ ഓപ്ഷണലാണ് പച്ചമുളക്. എരിക്ക് കൂടുതൽ വേണ്ടവർക്ക് അത് ഉപയോഗിക്കാം. പിന്നെ ഇതിലേക്ക് അരപ്പിനായിട്ട് ആവശ്യമുള്ള തേങ്ങ, പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കൊച്ചുള്ളിയൊക്കെ ചേർത്താണ് അരപ്പ് റെഡിയാക്കുന്നത്. ഒരുപാട് അരഞ്ഞു പോകരുത്, ഒരു തോരൻ അരയ്ക്കുന്ന പരുവത്തിനേ ആകാവൂ. അങ്ങനെ അതെല്ലാം കൂടെ ചതച്ചെടുത്തിട്ട് പിന്നെ കറിവേപ്പിലയും പച്ചമുളകും പിന്നെ കുറച്ച് കൊച്ചുള്ളി, പിന്നെ അതിലേക്ക് ഈ അരപ്പ് എല്ലാം കൂടെ ചേർത്ത് മിക്സാക്കി കൊഞ്ചും ഇട്ട് ഉപ്പും പാകത്തിന് നോക്കി മിക്സാക്കിയിട്ട് അടുപ്പിലോട്ട് വെക്കണം. ചിലരിത് മുരിങ്ങയ്ക്ക ചേർക്കാറുണ്ട്. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. മാങ്ങയും കൊഞ്ചും കൊച്ചുള്ളിയും പിന്നെ അരപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ അടുപ്പിൽ വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട് അഡീഷണലായിട്ട്. അല്ലാതെ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഞാനൊരു ചെട്ടികുളങ്ങരക്കാരി കൂടി ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനിത് വീട്ടിലുണ്ടാക്കാറുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് പോലെ എൻ്റെ മോൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. കുംഭഭരണി നാളിലാണ് ഈ ഒരു കറി വീടുകളിൽ ഉണ്ടാക്കാറുള്ളത്. ചെട്ടികുളങ്ങരക്കാരുടെയും ഓണാട്ടുകരക്കാരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വിഭവം കൂടിയാണിത്. ഈ കറിക്ക് പിന്നിലൊരു ഐതിഹ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചെട്ടികുളങ്ങര അമ്മയുടെ കുത്തിയോട്ടം കാണാനായി ഒരമ്മ ആഗ്രഹിക്കുകയും എന്നാൽ ഈ കൊഞ്ചുമാങ്ങ കറി ശരിയാക്കുകയും ചെയ്യണം. അപ്പം അമ്മ അടുപ്പത്ത് ഈ കൊഞ്ചുമാങ്ങ വെച്ചിട്ട് കുത്തിയോട്ടം കാണാൻ പോയ സമയത്ത് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, അമ്മ എൻ്റെ ചെട്ടികുളങ്ങര അമ്മ ഈ കൊഞ്ചുമാങ്ങ അമ്മ കാത്തോണേ എന്ന് പറഞ്ഞ്. അങ്ങനെ അമ്മ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഈ കൊഞ്ചുമാങ്ങ കരിയാതെ ഒരു കേടും കൂടാതെ ശരിയായിട്ട് പാകപ്പെട്ട് ഇരുന്ന് അന്ന് മുതലാണ് വീടുകളിൽ ഈ കൊഞ്ചുമാങ്ങ വെക്കാൻ തുടങ്ങിയത് കുംഭഭരണി നാളിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്കും ഷെയറും സപ്പോർട്ടും ചെയ്യുക.